എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിന്റെ 10ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. ദി പ്രോഡക്റ്റ് ഓഫ് ലാർജർ ഓഫ് ടു നമ്പേഴ്സ് ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഡിക്രീസ്ഡ് ബൈ 1 ഈസ് 540. രണ്ട് നമ്പേഴ്സില് ലാർജർ നമ്പറിലെ ഒന്ന് കൂടുകയും ചെറിയ നമ്പർ ഒന്ന് കുറയ്ക്കുകയും ചെയ്തപ്പോൾ ഉള്ള പ്രോഡക്റ്റ് 540 ആണ്. ദി പ്രോഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. ദി പ്രോഡക്റ്റ് ബിക്കം 560. അതായത് വലിയ സംഖ്യ ഒന്ന് കുറയുകയും ചെറിയ സംഖ്യ ഒന്ന് കൂടുകയും ചെയ്തപ്പോൾ ഉള്ള പ്രോഡക്റ്റ് 560. വാട്ട് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് എക്സ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കണം. വാട്ട് ഈസ് their differences? അവരുടെ ഡിഫറൻസ് എന്താണ്? വാട്ട് ആർ ദി നമ്പേഴ്സ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്ത് നോക്കിയാലോ. എല്ലായ്പ്പോഴും എടുക്കുന്ന പോലെ ലെറ്റ് ദി ലാർജർ നമ്പർ എക്സ് സ്മോളർ നമ്പർ വൈ. അത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ലാർജർ നമ്പർ എക്സ് സ്മോളർ നമ്പർ വൈ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ലാർജർ ഇൻക്രീസ് ബൈ 1. അപ്പൊ എക്സ് പ്ലസ് 1 and smaller decrease by 1, x minus y minus 1. അപ്പോൾ x plus 1 into y minus 1 is given 540. അപ്പോൾ ഒരു ഫസ്റ്റ് റിലേഷൻ കിട്ടി. x plus 1 into y minus 1 is 540. എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യാം. x into minus 1 minus x, 1 into y, 1 into -1. അപ്പോൾ എന്ത് കിട്ടി? xy minus x plus y minus 1 equal to 540. അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ പ്ലസ് മൈനസ് 1 അപ്പുറമായിട്ട് ഒന്ന് കൊണ്ടുപോകാം. സബ്ട്രാക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പുറത്ത് വരുമ്പോൾ ആഡ് ചെയ്യാന്നുള്ളൂ. അപ്പൊ എന്ത് കിട്ടി? എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 540 പ്ലസ് 1 ദാറ്റ് ഈസ് 541. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 541. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ. എന്താ സെക്കൻഡ് കണ്ടീഷൻ? ലാർജർ നമ്പർ ഡിക്രീസ് ബൈ 1. അതായത് എക്സ് മൈനസ് 1 into smaller number increased by 1, y plus 1. ഇതിന്റെ രണ്ടിന്റെയും പ്രോഡക്റ്റ് it is given 560. So x minus 1 into y plus 1 equal to 560. Multiply ചെയ്യാം. xy plus x minus y minus 1 equal to 560. അപ്പോൾ xy plus x minus y equal to 561. minus 1 അപ്പോൾ ചെയ്തപ്പോൾ പ്ലസ് 1 ആയി. അപ്പോ എന്ത് കിട്ടി? എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 561. ഇക്വേഷൻ നമ്പർ 2. എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 541. ഇക്വേഷൻ നമ്പർ 1. നോക്കുക, നമുക്ക് ആദ്യം കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദി പ്രോഡക്റ്റ്? എക്സ് വൈ ആ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്താൽ പോലെ നോക്കിയേ. മൈനസ് എക്സും പ്ലസ് എക്സും ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. കണ്ടില്ലേ? മൈനസ് എക്സും പ്ലസ് എക്സും ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോവും. വൈ മൈനസ് വൈ 0 ആവും. എക്സ് വൈ പ്ലസ് എക്സ് വൈ 2xy കിട്ടും. അപ്പൊ 2xy ഈക്വൽ ടു ഇതിന്റെ രണ്ടിന്റെ സം, അതായത് 1102. ക്ലിയർ ആണോ? അതായത് എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ 541 ആണ്. എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ 561 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ആഡ് ചെയ്ത് 2xy വരും. മൈനസ് എക്സും പ്ലസ് എക്സും 0 ആണ്. വൈ മൈനസ് വൈ 0 ആണ്. 541 561 ആഡ് ചെയ്യുമ്പോൾ 1102. അപ്പൊ 2 ടൈംസ് ഓഫ് ദി പ്രോഡക്റ്റ് എക്സ് വൈ ആണ് 1102. അപ്പോൾ xy product of the numbers will be 1102 by 2, that is 551. അപ്പോൾ സംഖ്യകളുടെ പ്രോഡക്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഈസ് 551. ഫസ്റ്റ് ആൻസർ കിട്ടി. ഇനി എന്താ വേണ്ടേ? സെക്കൻഡ്, വാട്ട് ഈസ് ദ ഡിഫറൻസ്? എക്സ് മൈനസ് വൈ എന്താണെന്ന് കണ്ടുപിടിക്കാം. എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 561 ഉണ്ട്. അപ്പൊ എക്സ് വൈ എന്താണെന്ന് ഇപ്പൊ കിട്ടിയല്ലോ. അപ്പൊ അത് അതിന്റെ സ്ഥാനത്ത് കൊടുത്താൽ സെക്കൻഡ് ഇക്വേഷനിൽ എക്സ് വൈയുടെ സ്ഥാനത്ത് 551 ഈ വാല്യൂ കൊടുത്തു. ഇവിടെയോ എക്സ് വൈ ഈസ് ഈക്വൽ ടു 551 കൊടുത്തു. എക്സ് മൈനസ് വൈ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ 561. അപ്പൊ 551 പ്ലസ് എക്സ് മൈനസ് വൈ 561. അപ്പൊ എക്സ് മൈനസ് വൈ എന്ത് വന്നു? 561 മൈനസ് 551 ദാറ്റ് ഈസ് 10. അപ്പൊ എക്സ് മൈനസ് വൈ 10 എന്ന് കിട്ടി. എക്സ് വൈ 551 കിട്ടി. ഫസ്റ്റ് രണ്ട് ആൻസർ ആയി. ഇനി എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ നമുക്ക്. എങ്ങനെ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കുന്നത്? നേരത്തെ നമ്മൾ ചെയ്തിരുന്നു. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy. നേരത്തെ നമ്മൾ ചെയ്ത് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy ആയിരുന്നു. നേരെ തിരിച്ച് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആകുമ്പോൾ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy ആണ്. അപ്പൊ അതില് എക്സ് മൈനസ് വൈ അറിയാം 10,
XY അറിയാം 551. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 4 into 551 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 100 പ്ലസ് 2204 ആഡ് ചെയ്യുമ്പോൾ 2304. അത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈയുടെ സ്ക്വയർ ആണ് 2304. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അപ്പോൾ എക്സ് പ്ലസ് വൈ റൂട്ട് ഓഫ് 2304. അത് എത്രയാണ്? 48 into 48 ആണ് 2304. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 48 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ 10 എന്നും എക്സ് പ്ലസ് വൈ 48 എന്നും കിട്ടി. അപ്പോൾ രണ്ട് സംഖ്യകളുടെ സം അറിയാം, ഡിഫറൻസ് അറിയാമെങ്കിൽ സം നമ്പേഴ്സ് കാണാൻ എന്താണ്? എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ ആഡ് ചെയ്തിട്ട് ഹാഫ് എടുത്താൽ എക്സ് കിട്ടും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കൂടി ആഡ് ചെയ്യുക. 48ഉം 10ഉം കൂടി ആഡ് ചെയ്തു, അതിന്റെ ഹാഫ് എടുത്തു. അതായത് 58/2 29. അതായത് രണ്ട് സംഖ്യകളുടെ സം അറിയാൻ, ഡിഫറൻസ് അറിയാമെങ്കിൽ സംഖ്യകൾ കാണാൻ എളുപ്പവഴിയാണ്. എക്സ് എന്ന് പറയുന്നത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഹാഫ് എടുത്താൽ മതി. വൈ ആണെങ്കിലോ ഇത് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ സബ്ട്രാക്ട് ചെയ്യുക. 48 10 സബ്ട്രാക്ട് ചെയ്യുക, 38 അതിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ 90. അപ്പൊ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 29ഉം 19. അപ്പൊ രണ്ട് നമ്പേഴ്സ് 29 and 19 എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഇതുപോലെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പ്രോബ്ലം ആണ്. If the length of a rectangle is increased by 3 meters and breadth decreased by 2 meters, its area decreased by 10 meters square. If the length is decreased by 2 meter and breadth increased by 3 meter, its area increased by 30 meters square. Calculate its length and breadth. അപ്പോൾ രണ്ട് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ ലെറ്റ് ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ അങ്ങനെ തന്നെ എടുക്കുക. ലെറ്റ് ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ. അപ്പോൾ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എക്സ് വൈ. ക്ലിയർ ആണല്ലോ? ഇനി ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് കണ്ടീഷൻ വെൻ ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ ലെങ്ത് എക്സ് പ്ലസ് 3 ആവുക, ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 3 ഡിക്രീസ്ഡ് ബൈ 2. അപ്പോൾ വൈ മൈനസ് 2. ബ്രെഡ്ത്ത് വൈ ആയിരുന്നു, വൈ മൈനസ് 2 ആയി, എക്സ് പ്ലസ് 3 ആയി. അപ്പൊ ഏരിയ എന്താ വരിക? എക്സ് പ്ലസ് 3യും വൈ മൈനസ് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഏരിയ, പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ. ഈ ഏരിയ എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ്സ് ഏരിയ ഡിക്രീസ്ഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ ആദ്യ ഏരിയയായ എക്സ് വൈയേക്കാൾ 10 കുറവായിരിക്കും ഇത്. അപ്പൊ അത് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോൾ എക്സ് വൈ മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 എന്ന് പറയുന്ന ഈ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ ആദ്യ റെക്ടാങ്കിളിന്റെ ഏരിയ എക്സ് വൈയിൽ നിന്ന് 10 കുറയ്ക്കുന്നതാണ്. അത് സിംപ്ലിഫൈ ചെയ്യാം. എക്സ് വൈ ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ എക്സ് വൈ ഇവിടെ ഉണ്ട്, മൈനസ് 2x പ്ലസ് 3y. അപ്പുറമുള്ള എക്സ് വൈ ആഡ് ചെയ്യാനുള്ള എക്സ് വൈ ആണ്. ഇപ്പുറം വരുമ്പോൾ മൈനസ് എക്സ് വൈയിലും ഇവിടെ മൈനസ് 10 അവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് സബ്ട്രാക്ട് ചെയ്യാനുള്ള 6 സെപ്പറേറ്റ് കൊണ്ടുപോയി. അപ്പൊ ആഡിങ് 6 ആയി. അപ്പൊ എന്തോന്നു? എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസൽ ആയി പോവും. നെഗറ്റീവ് 2x പ്ലസ് 3y. ഇവിടെ നെഗറ്റീവ് 10 പ്ലസ് 6 മൈനസ് 10 വരെ, അതായത് നെഗറ്റീവ് 4. അപ്പോൾ എക്സിനും വൈയിലുള്ള ഒരു ഇക്വേഷൻ കിട്ടി. നെഗറ്റീവ് 2x പ്ലസ് 3y ഈക്വൽ ടു നെഗറ്റീവ് 4. ഈ സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. എന്താണ്? ലെങ്ത് 2 മീറ്റർ കുറച്ചു, ബ്രെഡ്ത്ത് 3 മീറ്റർ കൂട്ടി. അപ്പോൾ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഇൻറ്റു വൈ പ്ലസ് 3. മൾട്ടിപ്ലൈ നോക്കാം. എന്ത് കിട്ടും? എക്സ് വൈ പ്ലസ് 3x മൈനസ് 2y മൈനസ് 6. ഇതാണ് ഇത് ലെങ്ത് 2 മീറ്റർ കുറയ്ക്കുകയും ബ്രെഡ്ത്ത് 3 മീറ്റർ കൂട്ടുകയും ചെയ്യുമ്പോൾ ഏരിയ. ഈ ഏരിയ ആദ്യ ഏരിയയേക്കാൾ 30 മീറ്റർ സ്ക്വയർ കൂടുതലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ പ്ലസ് 3x മൈനസ് 2y മൈനസ് 6 എന്ന് പറയുന്ന ഈ പുതിയ റെക്ടാങ്കിളിന്റെ ഏരിയ ആദ്യ ഏരിയ ആയ എക്സ് വൈയേക്കാൾ 30 കൂടുതലാണ്. അപ്പൊ ഇക്വേഷനായി ആദ്യത്തെ പോലെ എക്സ് വൈ എക്സ് വൈ ഒക്കെ ഒരു സൈഡിൽ കൊണ്ടുവരിക. അപ്പൊ എക്സ് വൈ പ്ലസ് 3x മൈനസ് 2y മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ ഇപ്പുറം കൊണ്ടുപോകും. ആഡിങ് എക്സ് വൈ ഇപ്പുറം വന്നപ്പോൾ സബ്ട്രാക്ടിങ് എക്സ് വൈ എന്നാക്കി ഈക്വൽ ടു ഇവിടെയുള്ള 30 അതുപോലെ തന്നെ എഴുതി. സബ്ട്രാക്ടിങ് 6 സെപ്പറേറ്റ് കൊണ്ടുപോയി, ആഡിങ് 6 ആയി. അപ്പൊ എന്തോന്നു? എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസൽ ആയി പോയി. 3x മൈനസ് 2y ഈക്വൽ ടു 36. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. ഏതൊക്കെയാണ്? മൈനസ് 2x പ്ലസ് 3y മൈനസ് 4ഉം 3x മൈനസ് 2y എന്ന് പറയുന്നത് 36 എന്നും കിട്ടി. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ഞാൻ അടുപ്പിച്ച് എഴുതുകയാണ്. അതായത് 3x മൈനസ് 2y പ്ലസ്
ഈക്വൽ ടു 36 എന്നുള്ള സെക്കൻഡ് ഇക്വേഷൻ്റെ കൂടെ -2x + 3y = -4 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷൻ അതിന്റെ താഴെ എഴുതി നോക്കി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ വിചാരിക്കുക. ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 3x -2x കൂടി ആഡ് ചെയ്താൽ x, -2y 3y കൂടി ആഡ് ചെയ്താൽ y, 36 -4 കൂടി ആഡ് ചെയ്താൽ 32. അപ്പൊ x + y = 32 എന്ന് കിട്ടി. നമ്മൾ എഴുതിയെന്താ ഈ രണ്ട് ഇക്വേഷൻ. കാരണം ഇവിടുത്തെ കോഎഫിഷ്യന്റ് നോക്കിയാൽ ഇവിടെ 3 ഇവിടെ 3 ഇവിടെ -2 ഇവിടെ -2. അപ്പോൾ കോഎഫിഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയാണ് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ x + y എന്താണെന്ന് കിട്ടി. ഇനി രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക. 1 ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 3x ൽ നിന്ന് -2x സബ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ -2x subtracting means adding 2x. അപ്പോൾ 3x + 2x 5x. -3y ൽ നിന്ന് -2y ൽ നിന്ന് 3y സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ -5y. 3y സബ്ട്രാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ -3y ആഡ് ചെയ്യാന്ന് അർത്ഥം. -2 - 3 -5. 36 ൽ നിന്ന് -4 സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ +4 ആഡ് ചെയ്യുക. അപ്പോൾ 36 + 4 40. ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് അറിയാമോ? എല്ലാത്തിനും കോമൺ ആയിട്ട് 5 ഉണ്ടല്ലോ. 5 കൊണ്ട് ഡിവിസിബിൾ എല്ലാ ടീമിനെയും അങ്ങനെ ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പൊ എന്തോന്ന് നോക്കി 5xനെ അപ്പൊ എന്തോന്ന് നോക്കി 5xനെ 5 കൊണ്ട് ഡിവൈഡിങ് ബൈ 5. 5xനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x വരും. 5y-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y വരും. 40-യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 വരും. അപ്പൊ കണ്ടോ x - y 8 എന്ന് കിട്ടി, x + y 32 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടൊരു രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? x + y 32, x - y 8. അപ്പൊ രണ്ട് സംഖ്യകളുടെ സം അറിയാം, ഡിഫറൻസ് അറിയാം. പെട്ടെന്ന് നമുക്ക് x ഉം y കണ്ടുപിടിക്കാനോ? x എന്ന് പറയുന്നത് x + y ഉം x - y കൂടി കൂട്ടി പകുതി എടുക്കുക. അതായത് 32 + 8/2 അതാണ് x. വലിയ സംഖ്യ x എന്ന് പറയുന്നത് 32 + 8/2 that is 40/2 that is 20. അപ്പൊ x 20 കിട്ടി. ഇനി y കണ്ടുപിടിക്കണമെങ്കിലോ x + y ൽ നിന്ന് x - y സബ്ട്രാക്ട് ചെയ്തിട്ട് ഹാഫ് എടുക്കുക. അപ്പോ 32 ൽ നിന്ന് 8 സബ്ട്രാക്ട് ചെയ്തു, അതിന്റെ ഹാഫ്, അതായത് എത്ര കിട്ടി? 24/2 അതായത് 12. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 20-ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12-ഉം ആയി. അപ്പൊ റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് കിട്ടി. അപ്പോ പറഞ്ഞ 3 ആൻസർ ആയല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും തീർന്നു. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.